ഇനി നമ്മൾ പോകുന്നത് ഒരു കള്ളന്റെ കഥയിലേക്കാണ്, ഒരു നല്ല കള്ളന്റെ കഥയിലേക്കാണ്. എങ്ങനെ നല്ല കള്ളൻ എന്താണ്? കള്ളൻ എന്ന് പറഞ്ഞാൽ കള്ളൻ മാത്രമല്ലേ എന്നുള്ളൊക്കെ വിചാരിക്കുന്നത്. അപ്പോൾ എന്താണ് ആ കള്ളന്റെ കഥ എന്ന് നമുക്ക് കണ്ടുവരാം. പത്തനംതിട്ടയിൽ നിന്നാണ് ആ വാർത്ത. മെയ് 1 പുലർച്ചെ 3:50 കുടുംബശ്രീ ഭക്ഷണശാലയോട് ചേർന്നിരുന്ന സ്കൂട്ടറുമായി കള്ളൻ പോകുന്ന പോക്കാണ്. പെട്രോൾ തീർന്ന അവസ്ഥയിൽ താക്കോലില്ലാതെയാണ് വാഹനം യുവാവായ കള്ളൻ ചൂണ്ടിയത്. ഇരുളിൽ മറഞ്ഞ ആളുടെ പൊടി പോലും പിന്നെ കണ്ടില്ല. ഹോട്ടൽ ഉടമ കൂടിയായ ശ്രീജ അത്യാവശ്യ യാത്രകൾക്ക് ഉപയോഗിച്ചു വന്ന വാഹനം നഷ്ടപ്പെട്ടതിൽ കടുത്ത വിഷമത്തിലായി. മാത്രവുമല്ല, ഡിക്കിയിൽ 7500 രൂപയുണ്ടായിരുന്നു. കൂടാതെ ആധാർ, ബാങ്ക് പാസ്ബുക്ക്, പാൻ കാർഡ് എല്ലാം കൂടി ആലോചിച്ച് ശ്രീജയ്ക്ക് ആകെ ആധിയായി. പോലീസിനെ വിവരമറിയിച്ചു. പതിവില്ലാതെ ഹോട്ടലിന് മുൻപിൽ പോലീസുകാരെ കണ്ടതോടെ ആളുകൂടി. ഈ സമയത്താണ് പൊതുപ്രവർത്തകൻ രഘു പെരുമ്പുളിക്കലും വന്നത്. ശ്രീജ കാര്യങ്ങൾ പറഞ്ഞു. എന്നാൽ പിന്നെ വിഷയം ഫേസ്ബുക്ക് വഴി സുഹൃത്തുക്കളെ കൂടി അറിയിക്കാമെന്നായി രഘു. അങ്ങനെ ശ്രീജയുടെ വിഷമഘട്ടം ഫേസ്ബുക്കിൽ വന്നു. ദയവായിട്ട് ആ വണ്ടി നിങ്ങൾ എടുത്തോ, പക്ഷെ എൻ്റെ ആ ഡോക്യുമെന്റ്സ് എനിക്ക് സ്പീഡ് പോസ്റ്റായിട്ടോ കൊറിയറായിട്ടോ അയച്ചു തരാനുള്ള ഒരു മനസ്സ് കാണിക്കണം. ശേഷം ഇന്നലെ രാവിലെ ഹോട്ടലിലെത്തിയ ശ്രീജ പരിസരം വൃത്തിയാക്കുകയായിരുന്നു. അതിന് വലിയ എമൗണ്ട് ഒന്നും കിട്ടത്തുമില്ല. കൂടി വന്നാൽ 10,000-15,000 രൂപ എൻ്റെ കാഴ്ചപ്പാടിൽ കിട്ടത്തുള്ളത്. പക്ഷേ എൻ്റെ ഈ ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് എൻ്റെ ഈ അവസ്ഥയിൽ എനിക്ക് ഈ കട തുറന്നെങ്കിലേ എൻ്റെ കാര്യങ്ങളൊക്കെ ഡെയിലി നടക്കുകയുള്ളൂ. ഭയങ്കര സന്തോഷമായിരുന്നു. സന്തോഷമാണോ എന്താണെന്ന് എനിക്ക് അന്നേരത്തെ ആ ഒരു പറയാൻ പറ്റത്തില്ല. ഈ സാധനം ഞാനെടുത്ത് തുറന്നു നോക്കി. ഇനി ഞാൻ നോക്കി അവിടെ കാണാൻ എൻ്റെ വണ്ടി വെച്ചിട്ടുണ്ടോയെന്ന്. വണ്ടിയില്ലായിരുന്നു. ഈ സാധനങ്ങളെല്ലാം എനിക്ക് തിരിച്ചു കിട്ടി. 7,400-7,500 രൂപ ഉണ്ടായിരുന്നു. അത്രയും രൂപയും പോയി. എൻ്റെ ആധാർ കാർഡ് മിസ്സായിട്ടുണ്ട് ഇതിനകത്ത് നിന്ന്. ബാക്കിയെല്ലാം എനിക്ക് തിരിച്ചു കിട്ടി. ചുരുക്കത്തിൽ ദയാലുവായ കള്ളനോട് സ്കൂട്ടർ ഉടമ ക്ഷമിച്ചിരിക്കുന്നു. കള്ളനോട് ക്ഷമിക്കാതെ ഇത് കിട്ടിയപ്പോൾ എനിക്കത് എന്താ പറയുന്നത്, അവനത് എടുത്തുകൊണ്ട് പോയെങ്കിലും എനിക്കത് തിരിച്ച് ഡോക്യുമെൻറ്റ്സ് തന്നതിൽ എനിക്ക് അവനോട് 100% താങ്ക്സാണ് പറയാനുള്ളത്. എന്നാലും പെട്രോൾ ഇല്ലാത്ത വണ്ടിയുമായി കള്ളൻ എങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടാവുക? സാഹചര്യ തെളിവുകൾ കള്ളൻ അത്ര അകലെ നിന്നുള്ള ആളല്ലെന്ന സൂചനയാണ് നൽകുന്നത്. നല്ല മനസ്സുള്ള ഒരു കള്ളനാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഇത്രയും സാധനങ്ങൾ ഇവിടെ കൊണ്ട് തരത്തില്ല. അപ്പോൾ വണ്ടിയും ഈ പരിസരത്ത് എവിടെയോ ഉണ്ട്, അത് ഉറപ്പാണ്. ഒരു കാര്യം ഏറെക്കുറെ ഉറപ്പിക്കാം. രഘു പെരുമ്പുളിക്കലിൻ്റെ സുഹൃത്തുക്കളിൽ ആരോ ആണ് സ്കൂട്ടർ ചൂണ്ടിയത്. സുഹൃത്തെന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക് സുഹൃത്ത്. അതെ, ഫ്രണ്ടായിരിക്കും. നല്ലവനായ ഫ്രണ്ടായിരിക്കും. കാരണം അവർ പറഞ്ഞപ്പോൾ ഉടനെ കേട്ടല്ലോ, ഇത് കൊണ്ടുവന്ന് കൊടുക്കാനായിട്ട് തോന്നുന്നു. പക്ഷെ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു പോലീസുകാരും ഊർജിതമാക്കിയിട്ടുണ്ട്. ആളെ പിടിക്കും എന്നുള്ളതാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള കാര്യം. രേഖകൾ ഹോട്ടലിന്റെ പടിക്കെട്ടിൽ ഉപേക്ഷിച്ച മാന്യനായ കള്ളനെ ഒരു നോക്ക് കാണാൻ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് വരികയാണ് ശ്രീജയും ഭർത്താവ് ഗിരീഷ് കുമാറും. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട. CK അഭിലാൽ ചേരുന്നുണ്ട് തത്സമയം. അഭിലാൽ, ഈ കള്ളൻ എന്നൊക്കെ പറയുമ്പോൾ അതിലിങ്ങനെ നല്ലത് ചീത്ത എന്നൊക്കെ വേർതിരിക്കാനുണ്ടോ എന്നുള്ളൊരു സംശയമാണ് വരുന്നത്. ചെയ്തത് തെറ്റ് തന്നെയാണ്, പക്ഷെ എന്തായാലും അതിലൊരു വ്യത്യസ്തത കാണിച്ചത് ആ സർട്ടിഫിക്കറ്റിൽ തിരിച്ച് കൊടുക്കാനുള്ളൊരു മാന്യത കാണിച്ചു എന്നുള്ളതാണ്. അപ്പോൾ പറയുമോ മോഷണ കഥ? കള്ളനാള് കൊള്ളാം, കൊള്ളരുതാത്തവനല്ല എന്ന് പരാതിക്കാരിയായിട്ടുള്ള വീട്ടമ്മ കൂടി പറയുന്ന സ്ഥിതിയുണ്ട്. അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല. ഇത്ര രസകരമായ ഒരു പര്യവസാനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കേസ് പത്തനംതിട്ടയിൽ സമീപകാലത്ത് എവിടെയും ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഒരു സ്കൂട്ടറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 2018 മോഡലാണ്. അത് ശ്രീജിയുടെ ദൈനംദിന ജീവിതത്തിൽ ഏറെ ഉപകാരപ്രദമായിരുന്നു. വീട്ടിൽ നിന്നും ഹോട്ടലിലേക്കുള്ള യാത്രയ്ക്കിടയിൽ വിറകടക്കം ഇതിനകത്തിൽ കൊണ്ടുവന്നുകൊണ്ടിരുന്നു. അങ്ങനെ അവരെ സംബന്ധിച്ചുള്ള ഒരു വാഹനം പഴയതാണ് എങ്കിൽ പോലും നഷ്ടപ്പെട്ടതിലുള്ള വലിയ വേദന അവരിപ്പോഴും പങ്കുവെക്കുന്നുണ്ട്. അതേസമയം തന്നെ തൻ്റെ അഭ്യർത്ഥന മാനിച്ച് രേഖകളും പൈസ ഒഴിച്ചുള്ള ആ രേഖകളിൽ ചിലതെല്ലാം തിരികെ കിട്ടിയതിലുള്ള വലിയ സന്തോഷവും അവർ പങ്കുവെക്കുന്നുണ്ട്. അതേസമയം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ ചില സൂചനകളുണ്ട്. അതായത് ആ പ്രദേശവുമായി വളരെ അടുത്ത് ബന്ധമുള്ള ഒരാൾ ഈ മോഷണം നടത്തിയെന്നുള്ള സൂചനകളാണ് പോലീസ് നൽകുന്നത്. അതുമായി ബന്ധപ്പെട്ട ചില വ്യക്തമായ ദിശാസൂചിക പോലീസും പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ ഈ ഘട്ടത്തിൽ നമ്മളത് പങ്കുവെച്ചാൽ അത് അന്വേഷണത്തെ ബാധിക്കും. എന്തായാലും അപ്പോൾ മോഷണം തെറ്റ് തന്നെയാണ്, ഒരു മോഷണത്തെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല. ചെയ്തത് തെറ്റ് തന്നെയാണ്. ആ സ്കൂട്ടർ കൂടി തിരിച്ചു കൊടുക്കാനുള്ളൊരു മാന്യത കാണിക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ.